ബെനീസ് വ്ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ യൂറോപ്പിലെ ഓസ്ട്രിയയുടെ തലസ്ഥാനമായ വിയന്നയിൽ നിന്നും ഹംഗറിയുടെ തലസ്ഥാനമായ ബുഡാപെസ്റ്റിലേക്കുള്ള ഒരു യാത്രയാണ്. ഓസ്ട്രിയ, സ്ലൊവേനിയ, ഹംഗറി, സ്ലോവാക്യ, ചെക്ക് റിപ്പബ്ലിക്ക് ഇതെല്ലാം അടുത്തടുത്തുള്ള ചുറ്റിനുള്ള രാജ്യങ്ങളാണ്. നമ്മൾ വിയന്നയിൽ നിന്ന് ബുഡാപെസ്റ്റിലേക്കാണ് യാത്ര. ഏതാണ്ട് 253 കിലോമീറ്റർ ദൂരമുണ്ട്. ഒരു 3 മണിക്കൂറത്തെ ഡ്രൈവ് ഉണ്ട്. നമ്മുടെ പോകുന്ന റൂട്ടിലുള്ള ചില സ്ഥലങ്ങളും കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത്. ഓസ്ട്രിയയുടെ വിയന്നയുടെ അടുത്തായിട്ടുള്ള വിയന്ന ആ സിറ്റി ആ ഏരിയയാണ്. കസിൻ്റെ യുഎനിൽ വർക്ക് ചെയ്യുന്ന കസിൻ എബിയുടെ വണ്ടി BMW നമ്മൾ പോകുന്നത്. നമ്മൾ പുറപ്പെട്ടു. അപ്പം ചെറിയ മേഘങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് മഴ പെയ്യാനുള്ള ഒരു ചാൻസസ് കാണുന്നുണ്ട്. ആകാശം നല്ലതെന്ന് പറഞ്ഞാൽ ചെറിയതായിട്ട് മേഘാവൃതമാണ്. നമ്മളിപ്പോൾ ഈ സിറ്റി താമസിക്കുന്ന സ്ഥലത്തുനിന്ന് പിന്നെ ഓസ്ട്രിയ വിയന്നയുടെ സിറ്റി ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്നലെ കവർ ചെയ്തത് കഴിഞ്ഞ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഈ ഓസ്ട്രിയയുടെ വിയന്നയിലുള്ള വിയന്ന ഇൻ്റർനാഷണൽ സെൻറ്റർ എന്ന് പറഞ്ഞാൽ UN-ൻ്റെ ആസ്ഥാനമാണ്. ഇവിടെ UN-ൻ്റെ കുറേ ഓഫീസുകളുണ്ട്. ആ ഒരു ഏരിയയാണ് നമ്മൾ ഇന്നലെ കവർ ചെയ്തത്. അവിടെ ആ ഒരു ഏരിയയിൽ നിറയും വലിയ ടോൾ ബിൽഡിങ്ങുകളാണ്. പൊതുവെ ഓസ്ട്രിയ സിറ്റിയിൽ പിന്നെ ബിൽഡിങ്ങുകൾ വലിയ പൊക്കമുള്ള പുതിയ ടൈപ്പ് ബിൽഡിങ്ങുകളല്ല. പക്ഷേ ഈ ഒരു UN സെൻറ്ററിൻ്റെ അവിടെ സാമാന്യം വലിയ ഒരു ചുറ്റുപാടും കുറച്ച് ബിൽഡിങ്ങുകൾ നല്ല വലിപ്പമുള്ള ബിൽഡിങ്ങുകളാണ്. നമ്മൾ ഇവിടുന്ന് നേരെ ഹൈവേയിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. ലെഫ്റ്റിൽ നിന്ന് വണ്ടി വരുന്നുണ്ട്. നമ്മൾ നേരെ ചെല്ലുന്നുണ്ട്. റൈറ്റിൽ നിന്നൊരു വഴി വന്ന് കയറുന്നുണ്ട്. നമ്മൾ നേരെ ഇതിലേക്ക് കയറി ഹൈവേയിലേക്ക് കയറി. നമ്മൾ ഈ റൈറ്റ് സൈഡിൽ അവിടെ നമ്മൾ വണ്ടിയിൽ ഇരിക്കുമ്പോഴത്തേനും അങ്ങോട്ട് ഈ ബുഡാപെസ്റ്റിലേക്ക് ഇങ്ങോട്ട് പോകുമ്പോഴത്തേനും റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് ആ വലിയ ടോൾ ബിൽഡിങ്ങുകളെല്ലാം ഉള്ളത് നമ്മുടെ ഈ വിയന്ന ഇൻ്റർനാഷണൽ സെൻറ്റർ എന്നുള്ള UN സിറ്റി എന്ന് പറഞ്ഞ സ്ഥലമാണ്. അവിടെയാണ് നമ്മൾ കണ്ടത്. പിന്നെ ഇപ്പോൾ ഇവിടെ കാണുന്ന നമ്മൾ ഡാന്യൂബ് നദിയാണ്. ഈ വിയന്ന സിറ്റിക്ക് പെരുമാറിലൂടെയാണ് ഡാന്യൂബ് ഒഴുകുന്നത്. ഇപ്പോൾ ഈ കാണുന്ന ഒരു തൂക്കുപാലമാണ്. ഇവിടുത്തെ മെട്രോ റെയിൽവേയുടെ ഒരു തൂക്കുപാലമാണ് ഈ കാണുന്നത്. ഡാന്യൂബ് നദിക്ക് കുറുകെയുള്ള ഒരു തൂക്കുപാലമാണ്. ഈ ഒരു ഇതാണ് അതിൻ്റെ നടുക്കത്തെ ഇതിൽ നിന്നാണ് ഇങ്ങനെ ഈ പാലം ഇങ്ങനെ താങ്ങി പൊക്കി നിർത്തുന്ന ഒരൊറ്റ തൂണയിലാണ് നിൽക്കുന്നത്. ആ തൂണിൻ്റെ രണ്ട് സൈഡിലേക്കും അതിൽ വലിയ വടം പോലെയുള്ള കമ്പികളുണ്ട്. ആ കമ്പികളിലാണ് ആ പാലം ഹോൾഡ് ചെയ്തിരിക്കുന്നത്. നടുഭാഗമെല്ലാം രണ്ട് സൈഡിലും ഉണ്ട്. കൂടാതെ അതിൻ്റെ ഏറ്റവും നടുക്കത്തെ ഒരു തൂണ് മുകളിലോട്ട് പൊങ്ങി നിന്നിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് രണ്ട് സൈഡിലേക്കും പ്രത്യേക അകലത്തിൽ ഈ കമ്പി ഘടിപ്പിച്ചിരിക്കുകയാണ്. നമ്മളവിടുന്ന് മുന്നോട്ട് പോവുകയാണ്. ഹൈവേ മുന്നോട്ട് പോകുമ്പോഴത്തേനും ഇവിടെയെല്ലാം നമ്മൾ സൈഡിൽ പിന്നെ ഇതുണ്ട്, മതിലുകളുണ്ട്. ഹൈവേയുടെ രണ്ട് സൈഡിലുണ്ട്. നടുക്ക് ഡിവൈഡറുണ്ട്. ഇവിടെയൊക്കെ 60 ഇപ്പോഴത്തെ 4 ലൈനുകളിലും 60 ഇപ്പോൾ ഇവിടെ സ്പീഡ് കാണിച്ചിരിക്കുന്നത്. ഡിജിറ്റൽ ഡിസ്പ്ലേ ഉണ്ട്. ഇവിടെ നമ്മൾ റൈറ്റ് ഹാൻഡ് ഡ്രൈവ് ആയതുകൊണ്ട് നമ്മൾ റൈറ്റ് സൈഡ് വഴിയുള്ള വഴി എന്ന് പറയുന്നത് അങ്ങോട്ട് പോകാനുള്ളതാണ്. പൊതുവെ ഈ വഴിയുടെ രണ്ട് സൈഡിലും അതിന് വെളിയിലായിട്ട് നിറയെ നല്ല പച്ചപ്പുള്ള മരങ്ങളുണ്ട്. നല്ല തിക്കായിട്ടുള്ള ഇലകളുള്ള മരങ്ങളുണ്ട്. രണ്ട് സൈഡിലും നിറയെ നല്ല മരങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇത് ഒരുപക്ഷെ ഈ നമ്മുടെ ഈ ഇതിലൂടെ പോകുന്ന വണ്ടികളുടെയൊക്കെ ഒരു സൗണ്ട് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുമെന്നാണ് തോന്നുന്നത്. ഇതുപോലെ നല്ല പച്ചപ്പുള്ള നിറയെ തിക്കായിട്ടുള്ള ഇലകളുള്ള മരങ്ങൾ വഴിയുടെ രണ്ട് സൈഡിലും ഇങ്ങനെ ഈ മതിലിൻ്റെ മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്ന കാണാം.
നമ്മൾ ഇവിടുന്ന് വഴി രണ്ടായിട്ട് തിരിയുവാണ്. നേരെ പോയാൽ ഇറ്റലി, സ്ലൊവേനിയ, ജർമ്മനി മുതലായ സ്ഥലത്തേക്കാണ് ഇടത്തേക്കുള്ള വഴി. നേരെ പോകുന്നത്. നമ്മളിപ്പോൾ റൈറ്റിലേക്കാണ് തിരിഞ്ഞിരിക്കുന്നത്. നമ്മളീ പോകുന്ന വഴി കൂടെ പോയാൽ ഹംഗറി, സ്ലോവാക്യ, അങ്ങനെ ആ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഈ വഴിയെ പോയിട്ട് റൈറ്റ് സൈഡിലേക്ക് പോയാൽ ഇവിടുത്തെ നമ്മുടെ ഈ പിന്നെ ഓസ്ട്രിയയുടെ രണ്ടാമത്തെ നഗരമായ ഗ്രാസിലേക്കും ചെല്ലാൻ പറ്റും. ഇതിൽ റൈറ്റ് പോയാൽ ഗ്രാസ്, ലെഫ്റ്റ് സൈഡ് പോയാൽ ഇപ്പോൾ നമ്മൾ ലെഫ്റ്റ് പോകുന്ന ഹംഗറി, സ്ലോവാക്യ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുള്ളതാണ് ഈ പോകുന്നത്. നമുക്ക് നേരെ മുകളിൽ ഒരെണ്ണം കവർ ചെയ്യുന്നുണ്ടായിരുന്നു, ഒരു ഹൈവേ. നമ്മൾ പിന്നെ കവർ ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ഇവിടെ വന്നപ്പോഴത്തേനും നമുക്ക് ഈ ഒരു നേരത്തെ പോലെ മതിലല്ല, പക്ഷേ ഒരു ഡിവൈഡിങ് ഉണ്ട്. അതിന് നമ്മൾ കമ്പിവേലി പോലെയുള്ള ഇതാണ് ഇവിടെ നമ്മുടെ സൈഡിലൊക്കെ കിട്ടിയിരിക്കുന്നത്. മതിലായിട്ടല്ല. ഇവിടെയും വഴിയുടെ ഇടതുവശത്തൊക്കെ നിറയെ പിന്നെ മരങ്ങളുണ്ട്. വലതുവശത്ത് എന്തോ ഫാക്ടറികളും ഒക്കെ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ഇവിടെ വന്നപ്പോഴത്തേനും നമുക്ക് 80 സ്പീഡ്. ഇവിടെ എല്ലാം പൂക്കഴിലുകളും ഒക്കെ വഴിയുടെ വലതുവശത്ത് കാണുന്നുണ്ട്. ഇതൊരു ഇവിടെ എന്തോ വ്യവസായ സ്ഥാപനങ്ങളുടെ എന്തോ പരിപാടികളാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. നമ്മൾ ഈ വഴിയെ പോകുമ്പോഴത്തേനും നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ഓൾമോസ്റ്റ് ഓരോ എവരി കിലോമീറ്ററിൽ നമുക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് അവിടെ നമ്മൾ ഇവിടെ മുന്നോട്ട് പോകുന്നതോടെ നമ്മൾ കാണുന്ന ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഓവർ ബ്രിഡ്ജുകളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ എല്ലാം ഈ ഹൈവേയുടെ രണ്ട് സൈഡിലും നിറയെ മുന്നോട്ട് ചെല്ലുന്നതോറും കൃഷിപ്പാടങ്ങളൊക്കെയാണ്. ഈ പാടങ്ങളിലൊക്കെയുള്ള കർഷകരുടെ വണ്ടിയും എല്ലാം കൊണ്ടുപോകാനും കൊയ്ത്തിനുള്ള മെഷീനും അതുപോലെ തന്നെ ട്രാക്ടർ ഇതൊക്കെ പോകുന്നതിനും ആൾക്കാർക്ക് ക്രോസ് ചെയ്യുന്നതിനൊക്കെ ആയിട്ട് എവരി 1 കിലോമീറ്ററിനോട് അടുപ്പിച്ച് ഇതുണ്ട്. നമുക്ക് ഈ ഓവർ ബ്രിഡ്ജ് ഉണ്ട്. നമുക്ക് അതുവഴി അങ്ങോട്ടിങ്ങനെ രണ്ട് സൈഡിലേക്കും അവർക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം മക്ഡൊണാൾഡ്സും അതുപോലെ തന്നെ OMB എന്നുള്ളതാണ് ഇവിടുത്തെ പെട്രോൾ പമ്പ്. നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേനും അത് തന്നെ OMBയുടെ ഒരു റിഫൈനറി കാണാം. നമ്മുടെ ഇവിടുത്തെ ഇന്ത്യൻ ഓയിൽ പോലെ അവിടെ OMB എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രമുഖമായിട്ടുള്ള ഒരു പിന്നെ പെട്രോളിയം കമ്പനി. നമ്മളങ്ങനെ യാത്രയുണ്ട്. ഇവിടെയും 80 തന്നെയാണ്, 80 കിലോമീറ്റർ തന്നെയാണ് സ്പീഡ്. പക്ഷെ ഇവിടെ ട്രാഫിക് കുറവുണ്ട്. അപ്പോൾ അറിയത്തൊക്കെ ട്രാഫിക് ഇല്ല, വണ്ടികൾ കുറവാണ്. എല്ലാം ഇലക്ട്രിക് ലൈൻസൊക്കെ അതിൻ്റെ ടവറുകളൊക്കെ കാണാം മുന്നോട്ട് പോകും തോറും. ഇത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് ചെല്ലുമ്പോഴത്തേനും കുറേ കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഈ പിന്നെ ഓസ്ട്രിയയുടെ ലാസ്റ്റ് എൻഡ്, അത് ഹംഗറിയുടെ ചെക്ക് പോസ്റ്റിന് മുമ്പായിട്ടുള്ള ഒരു 10-7 കിലോമീറ്റർ ദൂരം ഇത് നമ്മുടെ വിൻമിൽസാണ്. മുഴുവൻ വഴിയുടെ രണ്ട് സൈഡിലും നിറയെ പാടങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഗോതമ്പ് വയലുകളും അതുപോലെ തന്നെ ഗോതമ്പ് വയലുകളും കടുക് പാടങ്ങൾ കുറവാണ്. ഇവിടെ ഗോതമ്പ് വയലുകളാണ് കൂടുതലും. അപ്പോൾ അവിടെ അതിൻ്റെ നടുക്കൂടെ എല്ലാം നിറയെ ഇങ്ങനെ വിൻമിൽസാണ്. അത് നമ്മൾ വിൻമിൽസിൻ്റെ ഒരു ഈ പിന്നെ ചെക്ക് പോസ്റ്റും ഹംഗറിയുടെ ചെക്ക് പോസ്റ്റും അതിന് മുന്നിൽ നമ്മുടെ ഓസ്ട്രിയയുടെ ഒരു 10-7 കിലോമീറ്റർ ദൂരം നമ്മൾ അടുത്ത വീഡിയോയിലാണ്, ഈ വീഡിയോയിലല്ല അടുത്ത വീഡിയോയിലാണ് നമ്മൾ കാണിക്കുന്നത്. ആ വീഡിയോയിൽ ഈ നമ്മൾ കാറ്റാടിപ്പാടങ്ങളിലൂടെ നടുക്കൂടെ പോകുന്ന യാത്രയാണ് നമ്മൾ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഹംഗറിയുടെ ചെക്ക് പോസ്റ്റും അവിടെ കൊണ്ടാണ് നമ്മുടെ യാത്രയുടെ രണ്ടാമത്തെ ഭാഗങ്ങൾ തീരുന്നത്. അടുത്ത ഭാഗങ്ങൾ പിന്നെ ഹംഗറിയുടെ ഏരിയയിൽ കൂടെയുള്ള കൃഷി സ്ഥലങ്ങളും പിന്നെ കടുക് പാടങ്ങളും അതുപോലെ കൃഷി സ്ഥലങ്ങളും പിന്നെ അത് തേർഡായിട്ട് അതിന് ഫോർത്തായിട്ട് നമ്മൾ ബുഡാപെസ്റ്റ് എന്നുള്ള നമ്മുടെ ടൗണിൻ്റെ മുൻവശം ബുഡാപെസ്റ്റ് ടൗണിലേക്ക് കയറുമ്പോൾ തൊട്ട് അതിൻ്റെ ഔട്ടർ ഏരിയ തൊട്ട് ബുഡാപെസ്റ്റ് ടൗണിലേക്കുള്ളതാണ് നമ്മൾ അതിൻ്റെ അടുത്ത് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇനി നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും പല ഫാക്ടറികളുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ വിയന്ന എയർപോർട്ട് ഈ വഴിയുടെ റൈറ്റ് സൈഡിലാണ്. നമ്മൾ
ഏരിയയിലേക്കാണ് പോകുന്നത്. നമ്മുടെ ഇതുവരെയായിട്ടും നമ്മുടെ ചാനൽ ബെന്നീസ് വ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യും കൂടി ചെയ്യുക. കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിയാലേ ഉള്ളൂ നമ്മുടെ ചാനലാണെങ്കിലും ഒരു പോപ്പുലാരിറ്റി കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഞങ്ങൾ ഒരു നൈറ്റ് അവിടെ സ്റ്റേ ചെയ്യാം, ബുഡാപെസ്റ്റിൽ ഒരു നൈറ്റ് സ്റ്റേ ചെയ്യാമെന്ന് കരുതി. വൈകിട്ടത്തെ ഒരു പിന്നെ എന്താ ഈ നമ്മുടെ ഇവിടുത്തെ പിന്നെ നദിയിൽ ഒരു വൈകിട്ടത്തെ ഒരു ബോട്ടിലുള്ളൊരു യാത്രയും കൂടിയായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം ഇവിടെ വന്നപ്പോൾ ഹോസ്പിറ്റലിൽ പോയതുകൊണ്ട് നമുക്കൊരു പകൽ മൊത്തം നഷ്ടപ്പെട്ടു. അപ്പോൾ പകൽ അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഈ പരിപാടികളും കുറച്ചൊക്കെ ഷോർട്ട് കട്ട് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നൈറ്റ് അവിടെ സ്റ്റേ ചെയ്യുന്നില്ല, ബുഡാപെസ്റ്റ് സ്റ്റേ ചെയ്യുന്നില്ല. അത് നമ്മൾ രാവിലെ ഇവിടുന്ന് പോയി പിന്നെ കസിൻ്റെ വീട്ടിൽ നിന്ന് രാവിലെ പോയി വൈകിട്ട് തിരിച്ചെത്തത്തക്ക രീതിയിലാണ് ഇന്നത്തെ നമ്മൾ ടൂർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഡാന്യൂബിൽ ഒരു നൈറ്റ് ക്രൂസ് ചെയ്യായിരുന്നു നമ്മുടെ ആദ്യത്തെ ഒരു പ്ലാൻ മെയിനായിട്ടുണ്ടായിരുന്നത്. പിന്നെ ബാക്കി അവിടെ അത്യാവശ്യമുള്ള സ്ഥലങ്ങളൊക്കെ ഇത് നമ്മുടെ ഇവിടുത്തെ OMV എന്നുള്ള ഒരു പിന്നെ പെട്രോൾ ഒരു പിന്നെ ഫാക്ടറിയാണ്, റിഫൈനറിയാണ്. OMVയുടെ ഇവിടുത്തെ ഓസ്ട്രേലിയയിലെ ഒരു വലിയ റിഫൈനറിയാണ് നമ്മൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത്. വലിയ സ്റ്റോറേജ് ടാങ്കുകളും ക്രൂഡും അതുപോലെ തന്നെ റിഫൈൻഡ് ഐറ്റംസും ഒക്കെ സ്റ്റോർ ചെയ്യാനുള്ള വലിയ ടാങ്കുകളും എല്ലാം കാണുന്നുണ്ട്. വലിയ റിഫൈനറിയാണ്. ഓൾമോസ്റ്റ് നമ്മൾ റിഫൈനറിയുടെ എൻഡിലേക്ക് അടുക്കുകയാണ്. ഇവിടുത്തുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പച്ചപ്പട്ട് വിരിച്ച പോലെയാണ് നമ്മൾ ഈ അല്ലാത്ത സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള കോമൺ ആയിട്ടുള്ള പ്രദേശങ്ങൾ, അതിൻ്റെ ഫാക്ടറി കഴിഞ്ഞിട്ടുള്ള ഇങ്ങനെ ഔട്ടർ പ്രദേശങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നല്ല പച്ചപ്പോട് കൂടിയുള്ള സ്ഥലങ്ങളാണ്. കാണാൻ ഇങ്ങനെ നീണ്ടു കിടക്കുന്ന ഗോതമ്പോടങ്ങളൊക്കെ കാണാൻ നല്ല രസമാണ്. ഇവിടെയൊക്കെ വന്നപ്പോഴത്തേനും വീണ്ടും പിന്നെ ടൗണിൽ നിന്നൊക്കെ വെളിയിലേക്ക് വന്നപ്പോഴത്തേനും ഇവിടെ ഒന്നും ഈ സൈഡിൽ നമ്മൾ നേരത്തെ കണ്ട പോലെയുള്ള ഇത് നമ്മൾ അവിടെ ഒരു മുകളിലൊരു ഹെലികോപ്റ്റർ പറക്കുന്നുണ്ട്. അതൊരു അവരുടെ ഒരു പോലീസിൻ്റെ ഇത് റൈറ്റ് സൈഡിലാണ് ഇവിടുത്തെ എയർപോർട്ട്, വിയന്ന എയർപോർട്ട് റൈറ്റ് സൈഡിലാണ്. അപ്പോൾ പോലീസിൻ്റെ ഒരു ഹെലികോപ്റ്ററാണ് ഇപ്പോൾ ഇവിടെ മുകളിൽ കാണുന്നത്. റൈറ്റ് സൈഡിലേക്കാണ് വിയന്ന എയർപോർട്ടിലേക്ക് പോകുന്നത്. അതിൻ്റെ ഇതാണ് കാണുന്നത്. മുകളിൽ ഒരു ബോർഡിൻ്റെ മുകളിലൊക്കെ ഒരു ഫ്ലൈറ്റിൻ്റെ ഒരു പടങ്ങളൊക്കെ കാണുന്നുണ്ട്. നമ്മൾ ഇനിയും അങ്ങോട്ട് തിരിയാനുള്ള റൈറ്റ് തിരിഞ്ഞു പോയാൽ നമ്മൾ വിയന്ന എയർപോർട്ടിലേക്ക് പോകാം. ഇവിടെ റൈറ്റിലേക്ക് തിരിഞ്ഞാലാണ് എയർപോർട്ടിലേക്ക് പോകുന്നത്. ബുഡാപെസ്റ്റും ബാട്ടിസ്ലാവയും അതാണ് രണ്ടെണ്ണമാണ് നമ്മൾ നേരെ പോയാലുള്ളത്. നമ്മൾ നേരെ പോകണം, ബുഡാപെസ്റ്റിലേക്ക് ആയതുകൊണ്ട് നമ്മൾ നേരെ പോകുന്നു. മേഘങ്ങൾ കൂടി വരുന്നുണ്ട് അന്തരീക്ഷത്തിൽ. അതിലൊന്ന് മഴ പെയ്തിട്ടേ ഉള്ളെന്നുള്ള ഒരു രീതിയിലാണ്. കസിൻ്റെ ഫ്രണ്ട് കളത്തിലുള്ള ബേബിയും അതുപോലെ തന്നെ സംക്രാന്തിയിലുള്ള അഗസ്റ്റിനും ഞങ്ങൾ പോകുന്നതിനിടയിൽ കസിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അവരുടേതായിട്ടുള്ള ഒരു എന്തൊക്കെയാണ് അവിടെ കാണാനുള്ളതെന്നുള്ളത്, നമ്മൾ ബുഡാപെസ്റ്റിൽ പോകുമ്പോഴത്തേനും എവിടെയൊക്കെ പോകണം. ഞങ്ങൾ പെട്ടെന്നുള്ള ഇന്ന് പോകാൻ വേണ്ടിയിട്ടല്ല ഇരുന്നത്. പക്ഷേ അന്നേരപ്പോഴത്തേനും ഇന്നത്തെ മഴ മൂടിയ ഒരു അന്തരീക്ഷം ആയതുകൊണ്ട് നമ്മൾ ഇവിടെ പിന്നെ വിയന്നയിൽ കറങ്ങുന്നതിനെ കഴിഞ്ഞ് നല്ലത് ഹംഗറി പോകാമെന്ന് ഓർത്തുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പം അവരുടെ രണ്ടുപേരുടെയും ബേബിയുടെയും അതുപോലെ തന്നെ അഗസ്റ്റിൻ്റെയും ഇവിടെ ഫ്രണ്ട്സൊക്കെ അവിടെ ചെന്നാൽ എന്തൊക്കെയാണ് നമുക്ക് കാണാൻ ഈ ഒരു പർട്ടിക്കുലർ ടൈമേ ഉള്ളൂ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു ക്രൂയിസ് ആയിരുന്നു, നൈറ്റ് ക്രൂയിസാണ് ഡാന്യൂബിലൂടെ ഉള്ള അവിടെ ഒരു ഹൈലൈറ്റ്. പക്ഷെ നമുക്ക് അതിന് സമയമില്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ അതിന് പോകുന്നില്ല. നമ്മളിവിടുന്ന് പോവുക, അവിടെ കാണാനുള്ള കുറേ കാര്യങ്ങളൊക്കെ കണ്ട് തിരിച്ചു പോരുക എന്നുള്ളതാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്.
എയർപോർട്ടിൻ്റെ കാർഗോ അതിൻ്റെയൊക്കെ ഇതും സ്ഥലങ്ങളാണെന്ന് തോന്നുന്നു. അതിൻ്റെ പാർട്ടികളുടെയൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവരുടെയൊക്കെ സ്ഥലങ്ങളാണെന്ന് തോന്നുന്നു റൈറ്റ് സൈഡിൽ കാണുന്നത്. നമ്മൾ അവിടെ നിന്ന് മുന്നോട്ട് പോവുകയാണ്. ഇവിടെ എല്ലാം ഇങ്ങനെ ഇങ്ങോട്ട് മാറുമ്പോഴത്തേനും നമ്മൾ നേരത്തെ പിന്നെ വിയന്ന സിറ്റിയുടെ അവിടെ വഴികളിൽ കണ്ട പോലെയുള്ള സൈഡിൽ പിന്നെ നമ്മൾ മതിൽ ഇവിടെ ചില സ്ഥലങ്ങളിൽ മതിലുണ്ട്, പക്ഷേ കോമൺ ആയിട്ട് മൊത്തം മതിലില്ല. മുകളിൽ കയറ്റി മതിലുണ്ട് ഇവിടെ. നമ്മൾ അതിൻ്റെ ഉണ്ട് നമ്മൾ ശ്രദ്ധിക്കായിരുന്നതാണ്. അതിൻ്റെ സൈഡിൽ കുറേ ഇതുണ്ടായിരുന്നുകൊണ്ട് ഈ മരങ്ങളുണ്ടായിരുന്നുകൊണ്ട് മതിൽ നമ്മൾ ശ്രദ്ധിച്ചില്ല. ഇവിടെ മതിലുണ്ട്. ഒരു പക്ഷേ ഈ സൗണ്ടിനെ ഇവൻ കുറച്ച് അബ്സോർബ് ചെയ്യുമായിരിക്കും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ ബുഡാപെസ്റ്റ് യാത്രയുടെ അടുത്ത ഭാഗത്ത് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.